നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോഴാണ് ഈ മുറി നമ്മുടെ ലോകാവുന്നത് അല്ലടാ? അതെ, എനിക്കിവിടെ ഫുൾ സെറ്റായി. ഇനിയിപ്പോ എനിക്ക് വീട്ടിൽ പോണോന്നേ ഇല്ല. അതുമല്ല, ഫുൾ ടൈം ഫുഡ് ഡെലിവറി ഉണ്ട്. അല്ല, അത് ആണുങ്ങളാ കൊണ്ടുവരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഗേറ്റ് വരെ പോകേണ്ടി വരും. ഓ, അവിടെ വരെ പോണെങ്കിലേ 50 രൂപയ്ക്ക് ഓട്ടോ പിടിക്കണം. അപ്പൊ ഓട്ടോക്കാരനാണെങ്കിലോ? ഹലോ 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 ഹലോ, കാരി ഓട്ടോക്കാരിയെ കൺഫ്യൂഷൻ തീർന്നല്ലോ. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയാതെ ഫ്യൂച്ചറിനെ പറ്റി തിങ്ക് ചെയ്യൂ ഗൈസ്. ദേ, ഇവളെ ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടാക്കിയത്. എപ്പോ നോക്കിയാലും ഫുഡ് ഫുഡ് ഫുഡ്. എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണല്ലോ ജീവിക്കുന്നത്. അല്ല, ജീവിക്കാൻ വേണ്ടിയാ ഫുഡ് കഴിക്കുന്നത്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. അതല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒളിപ്പിക്കണ്ട, കഴിച്ചു. ഞാൻ നിങ്ങളുടെ റൂം ഫെസിലിറ്റീസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നത്. ഞങ്ങൾ അത് ഈ മുറി വന്നപ്പോ ഒരു ശോകം സ്മെല്ലായിരുന്നു മാം. ഇവിടെ തറയില് ബ്ലഡിന്റെ കറയുണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ ആദ്യം വിചാരിച്ച് അച്ചാറാണെന്ന്. അച്ചാറൊന്നും അല്ല, മന്ദാകിനി റൂം ക്ലീൻ ചെയ്യാൻ വന്നപ്പോ കൈ മുറിഞ്ഞത്. ഓ, അപ്പൊ മന്ദാകിനി ചേട്ടത്തിയായിരിക്കും ഭിത്തിയിൽ കൈ പതിപ്പിച്ചിട്ട് പോയത്. മാം തന്ന പഴയ മുറി ഞങ്ങൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എസ്തെറ്റിക്സ് മാമിന് വർക്കാവോ? ഇതിൽ കുറച്ച് ഓൾഡ് സ്കൂളല്ലേ? വെൽ ഡൺ. ഇതൊരു പഴയ മുറിയായിരുന്നു, പക്ഷേ നിങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ഞങ്ങളല്ല മാം, ദേ ഇവളാ കഷ്ടപ്പെട്ട് റൂം ഇങ്ങനെയാക്കി എടുത്തത്. എന്തായാലും എസ്തെറ്റിക് സെൻസ് സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു മാം. ഈ ഹോസ്റ്റലിലെ മറ്റു റൂമുകളിലൊന്നും ഇല്ലാത്ത അടുക്കും ചിട്ടയും ഇവിടെയുണ്ട്. പക്ഷേ ഇതെന്തിന്? അതൊക്കെ ഇവളുടെ പണി സാധനങ്ങളാണ് മാം. എനിക്ക് ബോക്സിംഗ് പ്രാക്ടീസിനുള്ളതാ. നിന്റെ പ്രാക്ടീസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയാണോ അതോ ഇവിടുത്തെ പിള്ളേരെ ഇടിച്ചു നുറുക്കാനോ? നിങ്ങളുടെ സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഒരുമിച്ച് താമസിക്കാൻ റൂം തന്നു എന്ന് കരുതി ഈ ഹോസ്റ്റൽ ഇളക്കി മറിക്കാന്ന് കരുതണ്ട. അതെന്താ മാം, ഈ ഹോസ്റ്റലിന്റെ ബേസ്മെന്റിന് അത്ര ഉറപ്പൊക്കെയുള്ളൂ? രാവണൻ പണ്ട് ഈ കൈലാസ് ഇളക്കിന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ആരും രാവണന്മാരല്ല മാം. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, അത് എന്റെ വിഷയമല്ല. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ഓർമ്മയുണ്ടാവണം, അത് പാലിച്ചേ പറ്റൂ. ഹോസ്റ്റൽ നിയമങ്ങൾ ലംഘിച്ചാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല, പണിഷ്മെന്റ് ഉണ്ടാവും. മാം, ഈ പണിഷ്മെന്റ് എന്ന് പറയുമ്പോ അതെന്താണെന്ന് ഇവിടെ താമസിക്കുന്ന മറ്റു കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞുതരും. പണിഷ്മെന്റ് തരാൻ ഇതെന്താ ജയിലാണോ? അവര് നമുക്ക് താമസിക്കാൻ തന്ന ഒരു കാലി തൊഴുത്ത്, അതിന് അടിപൊളി ഒരു പുൽക്കൂടാക്കിയതിനെ അവര് നമുക്ക് ഇങ്ങോട്ടല്ലേ കാശ് തരേണ്ടത്? കാശിന് പകരം പണിഷ്മെന്റ് തരാന്നെങ്കിലും പറഞ്ഞല്ലോ. അവര് പണിഷ്മെന്റ് തരട്ടെ, നമുക്ക് അപ്പ കാണാം. ഇതെങ്ങനെ ശരിയാക്കണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാണ് ഇത്ര തല പോയിക്കുന്നത്? അത് കളറടിച്ച് വെച്ചാ പോരെ. ഈ പെണ്ണിനെ ഇവിടെ ഇരിക്കുന്നു വാഴകള്. വെറും വാഴകളല്ല, മരവാഴകളാ. ഹായ് റൂബി, എസ്റ്റർഡേ ഞാൻ വിളിച്ചിരുന്നു, മെസ്സേജും അയച്ചു, റിപ്ലൈ കിട്ടിയില്ല. റിപ്ലൈ ഞാൻ നേരിട്ട് തരാന്ന് കരുതി.